മഞ്ചേശ്വരം നിയോജക മണ്ഡലം തല പട്ടയ അസംബ്ലി ഉപ്പളയിലെ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സമാപിച്ചു. മണ്ഡലം എംഎൽഎ എ.കെ.എം. അഷ്റഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 138 പരാതികളാണ് പരിഗണിച്ചത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സംസ്ഥാനത്ത് രേഖകളില്ലാതെ ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്കും അർഹരായ ഭൂരഹിതർക്കും ഭൂമി നൽകുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പട്ടയ മിഷന്റെ ഭാഗമായാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എംഎൽഎമാരുടെ നേതൃത്വത്തിൽ പട്ടയ അസംബ്ലി ചേരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള മഞ്ചേശ്വരം നിയോജക മണ്ഡലം തല പട്ടയ അസംബ്ലിയാണ് ഉപ്പളയിലെ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചത്. മണ്ഡലം എംഎൽഎ എ.കെ.എം. അഷ്റഫിന്റെയും മഞ്ചേശ്വരം തഹസിൽദാർ എം ശ്രീനിവാസന്റെയും നേതൃത്വത്തിലായിരുന്നു പട്ടയസഭ. ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ഓരോ മണ്ഡലത്തിലും പാവപ്പെട്ട 2 സെന്റ് 3 സെന്റ് 4 സെന്റ് 5 സെന്റ് ഭൂമി കാലങ്ങളായി കൈവശം വെച്ച് ലഭ്യമാകാത്ത ആളുകൾക്ക് എംഎൽഎ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്കും ജില്ലയൊക്കെയുള്ള ഒരു ബോഡിയാണ്. മഞ്ചേശ്വരത്ത് ധാരാളം ഇത്തരത്തിലുള്ള പരാതികൾ അതിവേഗതയിൽ രാഷ്ട്രീയത്തിന് അതീതമായി പരിഹരിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി വരികയാണ്. ഇന്നത്തെ എല്ലാ കമ്മിറ്റിയിലും 40, 50, 60 വർഷം കിട്ടാത്ത ഫയലുകളൊക്കെ എത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടാനും ലഭ്യമാക്കാൻ ഇടപെടലുകളാണ് എല്ലാ കമ്മിറ്റിയുടെ ഓരോരുത്തരുടെയും ഉദ്ദേശം. ഉദ്യോഗസ്ഥ ക്ഷാമം മഞ്ചേശ്വരത്ത് വ്യാപകമായിട്ടുണ്ട്. വില്ലേജ് ഓഫീസിലൊക്കെ അതൊക്കെ പരിഹരിച്ച് വീണ്ടും പെൻഡിങ് കിടക്കുന്നത് ഒരു ഓപ്പറേഷൻ പോലെ അതീവ വേഗതയിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. തീർച്ചയായും എല്ലാ കമ്മിറ്റി വളരെ പോസിറ്റീവായി കഴിയുന്നത്ര ആളുകൾക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള ശ്രമമാണ് മഞ്ചേശ്വരത്ത് ഞങ്ങളുടെ ഈ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 138 പരാതികൾ പരിപാടിയിൽ പരിഗണിച്ചു. ഇവയിൽ 122 എണ്ണം തത്സമയം തീർപ്പാക്കുകയും ചെയ്തു. അവശേഷിച്ച 10 പരാതികൾ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു. തഹസിൽദാർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെയാണ് ഓരോ പട്ടയ അസംബ്ലിയുടെയും ചുമതലക്കാരനായി സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. പട്ടയസഭകളിൽ പരിഹരിക്കാനാകുന്ന പട്ടയ വിഷയങ്ങൾ പരിഹരിച്ച് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അനുവാദത്തോടെ സമയബന്ധിതമായി പട്ടയം അനുവദിക്കും. പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ പട്ടയം ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തും. ഇത്തരം വിഷയങ്ങൾ ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാ ദൌത്യസംഘം പരിശോധിച്ച് ആവശ്യമെങ്കിൽ സംസ്ഥാനതല സമിതിയുടെ പരിഗണനയ്ക്കയക്കും. ഏതെങ്കിലും നിയമപ്രശ്നങ്ങളോ ചട്ടങ്ങളിലെ നിബന്ധനകൾ മൂലമോ തീരുമാനമെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളാണെങ്കിൽ സർക്കാരിന്റെ പരിഗണനയ്ക്കയക്കണം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.